ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ 80ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു സന്തോഷ വാർത്ത. എനിക്ക് എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ഇൻകം മെയ് മാസം അവസാനം ക്രെഡിറ്റ് ആയി. ഫസ്റ്റ് കിട്ടിയത് ഒക്ടോബർ മാസത്തിലായിരുന്നു. 8600 രൂപയോളം കിട്ടി. ആ ഒരു സമയത്ത് വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നുകൊണ്ട് ആ പൈസ വന്നതും പോയതും ചിലവായതും ഒന്നും അറിഞ്ഞില്ല. പിന്നീട് ഒരു മെയിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പൈസ വന്നു എന്നുള്ളത് തന്നെ അറിഞ്ഞത്. ഇപ്പോൾ അതിന് 7 മാസത്തിന് ശേഷം 9996 രൂപ കഴിഞ്ഞ ദിവസം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അത് വന്നപ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. പിന്നെ എൻ്റെ ഒരു നഷ്ടം വെച്ച് നോക്കുമ്പോൾ, അതായത് ഓരോ ഫോണുകളും വാങ്ങി അത് സെല്ല് ചെയ്ത് വരുന്ന സമയത്ത് വന്ന നഷ്ടം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ലാഭത്തിൽ പോകുന്ന പരിപാടിയല്ല. എന്നാലും ഇങ്ങനൊരു എമൗണ്ട് വന്നല്ലോ, അതന്നെ ഒരു വലിയ സന്തോഷം. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്, നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടാണ്. നിങ്ങളിത് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണുന്നതുകൊണ്ടാണ് വൈകിയാണെങ്കിലും എനിക്ക് ആ പൈസ കിട്ടുന്നത്. സോ ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള സപ്പോർട്ട് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വർഷം 2025 നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പറ്റും, നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ പറ്റും. അതേപോലെ ഇത് ഏസറിൻ്റെ സൈഡിൽ നിന്നുള്ള സൂപ്പർ ZX എന്ന് പറയുന്ന മോഡൽ ഫോണാണ്. 10,000 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഏസർ ഏകദേശം 9 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ വന്നത്. സോ അപ്പോൾ ആ ഒരു ഫോൺ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. എന്തെങ്കിലും ഈ ഒരു ഫോണിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരുപാട് ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അൽക്കാട്ടലിൻ്റെ സൈഡിൽ നിന്ന് 3 മോഡൽ ഫോണുകളാണ് വന്നിരിക്കുന്നത്. അൽക്കാട്ടൽ V3 ക്ലാസിക്, V3 പ്രോ, V3 അൾട്ര എന്ന് പറയുന്ന 3 മോഡൽ ഫോണുകൾ. ഈ ഫോണുകളുടെ എല്ലാം സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ജൂൺ 2-ാം തീയതി മുതലാണ്. അതായത് നാളെ മുതൽ. V3 ക്ലാസിക്കിൻ്റെ പ്രൈസ് വരുന്നത് 12,999 രൂപ. V3 പ്രോയുടെ പ്രൈസ് വരുന്നത് 17,999 രൂപ. V3 അൾട്രയുടെ പ്രൈസ് വരുന്നത് 19,999 രൂപ. അപ്പോൾ നാളെ മുതൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഫോണുകൾ വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ ഐക്യൂവിൻ്റെ സൈഡിൽ നിന്നുള്ള Neo 10 എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8S Gen 4 വെച്ച് വരുന്ന ആ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 31,999 രൂപ, അതായത് 32,000 രൂപ. ലോഞ്ചിങ് ഓഫറായിട്ട് കുറേ സംഭവങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഫോൺ ഞാൻ ഒരെണ്ണം പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും. സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ആ ഒരു ഫോണിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഈ ഒരു iQOO Neo 10ൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2-ാം തീയതി മുതലാണ്. എനിക്ക് തോന്നുന്നു പ്രീ ബുക്ക് ചെയ്തവർക്കാണ് 2-ാം തീയതി, അല്ലാത്തവർക്ക് ജൂൺ 3-ാം തീയതി മുതലാണ് വാങ്ങാനായിട്ട് സാധിക്കുക. അതേപോലെ ടെക്നോയുടെ സൈഡിൽ നിന്ന് ടെക്നോ പോവ കർവ് എന്ന് പറയുന്ന കർവ് ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ജൂൺ 5-ാം തീയതി മുതൽ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. 6GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15,999 രൂപ മുതലാണ്. അതേപോലെ ലാവയുടെ സൈഡിൽ നിന്ന് ബഡ്ജറ്റ് റേഞ്ചിൽ അവരുടെ ബോൾഡ് സീരീസിൽ ലാവ ബോൾഡ് N1, ലാവ ബോൾഡ് N1 പ്രോ എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 ഫോണുകളുടെയും സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂൺ 2-ാം തീയതി മുതലാണ്. ഇതിൽ ലാവ ബോൾഡ് N1ൻ്റെ പ്രൈസ് വരുന്നത് 5,999 രൂപ. ലാവ ബോൾഡ് N1 പ്രോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,999 രൂപ. അതേപോലെ മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള വില കുറഞ്ഞ ഫ്ലിപ്പ് ഫോണായിട്ടുള്ള മോട്ടോ റേസർ 60 അതും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജൂൺ 5-ാം തീയതി മുതലാണ് ആ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ആ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 49,999 രൂപ. അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള GT സീരീസിലെ 3 മോഡൽ ഫോണുകൾ, റിയൽമി GT 7, റിയൽമി GT 7T, റിയൽമി GT 7 ഓസ്റ്റൺ മാർട്ടിൻ ലിമിറ്റഡ് എഡിഷൻ. ഇതിൻ്റെയൊക്കെ സെയിൽ ഓൾറെഡി ആമസോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിയൽമി GT 7Tയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 34,999 രൂപ. റിയൽമി GT 7ൻ്റെ പ്രൈസ് വരുന്നത് 39,999 രൂപ. റിയൽമി GT 7 ആസ്റ്റൺ മാർട്ടിൻ ലിമിറ്റഡ് എഡിഷൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 49,999 രൂപ. ഓക്കെ, ഞാൻ ഈ ഫോണുകളെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയാത്തത്, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത ഫോണുകളുടെ ഒരു അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കണിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. റിയൽമിയുടെ ഈ GT 7 സീരീസ് ഫോണുകളോടൊപ്പം റിയൽമി ബഡ്സ് എയർ 7 പ്രോ എന്ന് പറയുന്ന ഒരു TWSഉം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 4,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന പ്രൈസ് എല്ലാതും ബേസിക് പ്രൈസാണ്. നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇതിനേക്കാളും എക്സ്ചേഞ്ച് ഓഫർ, കാർഡ് ഓഫർ ഒക്കെ ആയിട്ട് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് നോക്കുക. OnePlusൻ്റെ സൈഡിൽ നിന്ന് Ace 5 സീരീസിൽ Ace 5 റേസിംഗ്, Ace 5 അൾട്ര എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ Ace 5 അൾട്ര എന്ന് പറയുന്ന ഫോണിൽ കൊടുത്തിരിക്കുന്നത് മീഡിയാടെക്കിൻ്റെ Dimensity 9400 പ്ലസ് എന്ന് പറയുന്ന പുതിയ പ്രോസസ്സറാണ്. റേസിംഗ് എന്ന് പറയുന്ന മോഡലിൽ കൊടുത്തിരിക്കുന്നത് മീഡിയാടെക്കിൻ്റെ തന്നെ Dimensity 9400E എന്ന് പറയുന്ന പ്രോസസ്സറാണ്.
രണ്ടിലും മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മോഡലായിരിക്കും, ഈ Ace 5 സീരീസുകളായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിലോട്ട് നോഡ് സീരീസ് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. സോ ഞാൻ ബാക്കി ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല, ഇന്ത്യയിലോട്ട് വരട്ടെ, നമുക്ക് അപ്പം നോക്കാം. അതേപോലെ OnePlusന്റെ സൈഡിൽ നിന്നുള്ള കുഞ്ഞൻ പവർഫുൾ ഫോണായിട്ടുള്ള OnePlus 13S ഈ വ്യാഴാഴ്ചയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഇപ്പോൾ പറയുന്ന പ്രൈസ് 55,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ലോഞ്ചിങ് ഓഫറായിട്ട് 50,000 രൂപ മുതൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്നത്. എന്തായാലും വ്യാഴാഴ്ച OnePlus 13S ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് ഒരു 12,000 13,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ സീരീസിൽ റിയൽമി C73 എന്ന് പറയുന്ന ഫോൺ നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. എന്തായാലും 6000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയൽമിയുടെ C73 നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് അവരുടെ G സീരീസിൽ മോട്ടോ G56, മോട്ടോ G86, മോട്ടോ G86 പവർ എന്ന് പറയുന്ന 3 മോഡൽ ഫോണുകൾ കഴിഞ്ഞ ആഴ്ച UK ലോഞ്ച് ചെയ്തിട്ടുണ്ട്. UK മാത്രമാണ് വന്നിരിക്കുന്നത്, മറ്റു രാജ്യങ്ങളിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. സോ ഈ മോഡലുകളൊക്കെ നമ്മൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വരട്ടെ, അപ്പോൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന മോട്ടോ G96 എന്ന് പറയുന്ന ഫോണിൻ്റെ റെൻഡേഴ്സ്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. മോട്ടോറോളയുടെ ഇപ്പോഴത്തെ ഏത് ഫോൺ എടുത്തു വെച്ചിട്ടും ഇത് ആ ഫോണാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇപ്പോൾ ഡിസൈനിൽ വരുന്നില്ല. ഇനി ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന POLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. 50 മെഗാപിക്സലിൻ്റെ സോണി സെൻസർ ആയിരിക്കും. 5500 mAh ബാറ്ററി വരുന്നുണ്ടാവും. ഏകദേശം 20,000 രൂപയ്ക്കൊക്കെ താഴെയാണ് മോട്ടോറോള G96ൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഗ്ലോബൽ ലോഞ്ച്, ഇന്ത്യൻ ലോഞ്ച് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ഹോട്ട് 60 Pro Plus എന്ന് പറയുന്ന കട്ടി കുറഞ്ഞിട്ടുള്ള, അതായത് 6mm മാത്രം തിക്നെസ് വരുന്ന ഒരു ഫോൺ വരുന്നുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഫോണിൻ്റെ കുറച്ചധികം ലൈവ് ഇമേജ് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു തിക്നെസ് കാണിക്കുന്ന രീതിക്കുള്ള കുറച്ച് ഫോട്ടോസാണ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ സാംസങ്ങും ആപ്പിളും മാത്രമല്ല, ഒരുവിധം എല്ലാ കമ്പനിക്കാരും ഇത്തരത്തിൽ കട്ടി കുറഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ള ഫോണുകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് 6mm തിക്നെസ് ഉള്ള ഇൻഫിനിക്സ് ഹോട്ട് 60 Pro Plus എന്ന് പറയുന്ന ഫോണിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ, അതായത് പിക്സൽ ഫോൺസോ അല്ലെങ്കിൽ വാച്ചോ TWS ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങും, അത് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആമസോൺ ഒഫീഷ്യൽ സെല്ലറല്ല. ഇനി ഓഫ്ലൈനിൽ കിട്ടുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങും. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ഓൺലൈൻ സ്റ്റോർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന പോലെ ഇനി ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകൾ പിക്സൽ ഫോൺ അടക്കം നമുക്ക് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഞാൻ നമ്മുടെ തൃശ്ശൂർക്കൊന്ന് ഷിപ്പിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കി, ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഷിപ്പിംഗ് ഉണ്ട്. സോ ഇനി ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഒഫീഷ്യലായിട്ട് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ട് 10 വർഷം തികഞ്ഞു. അങ്ങനെ 10 വയസ്സ് തികഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവരുടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് മൊത്തത്തിലൊന്ന് റീഡിസൈൻ ചെയ്യാൻ പോവുകയാണ് അത്ര. അതായത് പുതിയ ഫീച്ചേഴ്സും അതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഈ മാറ്റം ജൂൺ ഫസ്റ്റ് വീക്ക് മുതൽ നമുക്ക് കിട്ടിത്തുടങ്ങുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, ഗൂഗിൾ ഫോട്ടോസിന് 10 വയസ്സ് തികഞ്ഞു. ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്ഥിരീകരിക്കാത്ത വാർത്ത ഉണ്ട്. അവരുടെ OSന് ഇപ്പോൾ പേര് വരുന്നത് iOS 19, 17 അല്ലെങ്കിൽ WatchOS 10, macOS അങ്ങനെയൊക്കെയാണ് പേര് വരുന്നത്. ഇനി ആ ഒരു നെയിമിംഗ് സിസ്റ്റം മാറ്റിയിട്ട് പകരം ഏത് വർഷത്തിലാണ് ആ ഒരു വേർഷൻ ഇറങ്ങുന്നത് ആ ഒരു വർഷത്തിൻ്റെ പേരിടും. ഇപ്പോൾ iOS 25 വരികയാണെങ്കിൽ iOS 25, അല്ലെങ്കിൽ WatchOS 25, macOS 25. ഇനി അടുത്ത വർഷം ഇറങ്ങുന്ന വെർഷന് WatchOS 26 അല്ലെങ്കിൽ macOS 26. അങ്ങനെ പേര് റീനെയിം അങ്ങനെ ആ ഒരു രീതിക്ക് മാറ്റാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇത് കൺഫേം അല്ല. എന്തായാലും അങ്ങനെ വരികയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഏത് OS ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ കൺഫേം അല്ല, ഒരുപക്ഷെ അങ്ങനെ റീനെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ഫ്ലിപ്പ് ഫോണായിട്ടുള്ള Oppo Find N5ൻ്റെ പാറ്റന്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് ലീക്ക് ആയിട്ടുള്ള അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന Oppo Find N5 ഈ ഒരു ഡിസൈനിലായിരിക്കാം. അതേപോലെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന Z Fold 7ൻ്റെ ബാക്കിലത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുതുമൊന്നും തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു ഡിസൈൻ ആയിരിക്കാം, ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കാം. എന്തായാലും ഈ വർഷം ഇച്ചിരി നേരത്തെ വരും എന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്ത, ഈ വർഷത്തെ ഫോൾഡ് ഫോണുകളിലെല്ലാത്തിലും സാംസങ്ങിൻ്റെ ഈ ഒരു ഫോൾഡ് ഫോണുകളിലെല്ലാത്തിലും എക്സിനോസ് പ്രോസസ്സർ ആയിരിക്കും, അല്ലാതെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ ആയിരിക്കില്ല. സോ അത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും.
എന്തായാലും ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു പക്ഷേ സാംസങ് ഗാലക്സി C Fold 7ന്റെ ബാക്ക് ഡിസൈൻ. പാറ്റന്റ് റൂൾസ് ബ്രേക്ക് ചെയ്തതിന്റെ പേരിൽ സാംസങ്ങിന് $117 മില്യൺ ഫൈനാണ് കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. മാക്സെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് 2011 മുതൽ 2021 വരെ കുറച്ച് കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അതായത് അവരുടെ കയ്യിലുള്ള കുറച്ച് പാറ്റന്റ് യൂസ് ചെയ്യാനുള്ള എഗ്രിമെന്റ് സാംസങ്ങും ഈ ഒരു മാക്സെൽ എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എഗ്രിമെന്റ് 2021 അവസാനിച്ചു. സാംസങ് ആയിട്ട് അത് പുതുക്കിയിട്ടില്ല, അവർ പുതുക്കി കൊടുത്തിട്ടുമില്ല. സ്റ്റിൽ ആ ഒരു എഗ്രിമെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പാറ്റന്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് സാംസങ് പ്രൊഡക്റ്റുകൾ ഇറക്കിക്കൊണ്ടേയിരുന്നു. ഒരുപാട് സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പാറ്റന്റ് ബ്രേക്ക് ചെയ്തതിൻ്റെ പേരിലാണ് ഈ ഒരു വലിയൊരു സംഖ്യ ഫൈനായിട്ട് കിട്ടിയിട്ടുള്ളത്. $117 മില്യൺ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒന്നിടുക, അതിനുശേഷം 10 പൂജ്യം അങ്ങോട്ട് ഇട്ടെടുക്കുക, എന്നിട്ട് എത്രയാണെന്നുള്ളത് നോക്കുക. അത്രയും രൂപയാണ് സാംസങ്ങിന് ഫൈനായിട്ട് കിട്ടിയിട്ടുള്ളത്. സോ എനിക്കറിയില്ല, നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് ഇത്രയും കോടി രൂപ ഫൈൻ കിട്ടി, ഇത്രയും കിട്ടി എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഈ ഒരു കമ്പനി അടക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. എന്തായാലും സാംസങ്ങിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഐപാഡ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത, നമുക്ക് വാട്സാപ്പിൻ്റെ ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും അത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം പല സമയത്തും ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതൊരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ച് ആൻഡ്രോയിഡിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വൈഫൈ വേരിയൻ്റ് ആണ്. അതിലെങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വെബിൽ എങ്ങനെ കണക്ട് ചെയ്യുക, അതായത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് അത്തരത്തിലാണ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി സെല്ലുലാർ വേരിയൻറ്റിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, അതായത് ഡയറക്റ്റ് നമുക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഐപാഡ് യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ഐപാഡിൽ വാട്സാപ്പ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ നല്ല ചൂടുള്ള വാർത്ത, വിവോയുടെ സൈഡിൽ നിന്നുള്ള X200 FE എന്ന് പറയുന്ന കോമ്പാക്ട് പവർഫുൾ ഫോണും അവരുടെ ഫോൾഡ് സീരീസിലെ X Fold 5 എന്ന് പറയുന്ന മറ്റൊരു മോഡലും ജൂലൈ 10 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. കൺഫേം അല്ല, ഒരുപക്ഷെ ലോഞ്ച് ചെയ്തേക്കാമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ പവർഫുൾ കോമ്പാക്ട് ഫോൺ കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു X200 FE ജൂലൈ 10 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു X200 FE എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്ത S30 Pro Mini എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വേർഷനാണ്. പിന്നെ ഞാൻ കൂടുതൽ സ്പെക്കിലോട്ടൊന്നും പോകുന്നില്ല, വരട്ടെ, നമുക്ക് അപ്പോൾ പറയാം. ബാക്കിൽ ലൈറ്റ് കത്തുന്ന നത്തിങ് ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സങ്കട വാർത്ത ഉണ്ട്. ഇനി വരാൻ പോകുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള നത്തിങ് ഫോൺ 3ൽ ബാക്കിൽ ലൈറ്റ് ഉണ്ടായിരിക്കില്ല, അവരുടെ ഗ്ലിഫ് ലൈറ്റ് ഉണ്ടായിരിക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പറയുന്നത്. എന്തായാലും ജൂലൈ മാസത്തിൽ നത്തിങ് ഫോൺ 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ റിവീൽ ചെയ്ത് വരുന്നുണ്ട്. സോ ജൂലൈ മാസത്തിൽ നത്തിങ് ഫോൺ 3 വരുന്നുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ബാക്കിൽ ലൈറ്റ് കത്തുന്ന സെറ്റപ്പ് ഉണ്ടായിരിക്കില്ല. 2025 Q1, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോണുകൾ വിറ്റിട്ടുള്ളത് ആപ്പിൾ തന്നെയാണ്. ആദ്യ 10 ഫോണുകൾ നോക്കുകയാണെങ്കിൽ അതിൽ 5 മോഡലും ആപ്പിളിൻ്റെ സൈഡിൽ നിന്നുള്ളതാണ്. ഒന്നാം സ്ഥാനത്ത് iPhone 16, iPhone 16 Pro Max, iPhone 16 Pro, iPhone 15. ഇതാണ് ആദ്യ 4 സ്ഥാനത്തുള്ളത്. 5ാം സ്ഥാനത്ത് സാംസങ്ങിൻ്റെ ഗാലക്സി A16 എന്ന് പറയുന്ന മോഡൽ. 7ാം സ്ഥാനത്താണ് സാംസങ്ങിൻ്റെ S25 Ultra നിൽക്കുന്നത്. വീണ്ടും 10ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ iPhone 16 Plus വന്നിട്ടുണ്ട്. സോ ഐഫോൺ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ വരുന്നു. മാധവ് സേത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആദ്യം റിയൽമിയുടെ CEO ആയിരുന്നു, പിന്നെ ഹോണറിൻ്റെ CEO ആയി, ഇപ്പോൾ അൽക്കാട്ടലിൻ്റെ കൂടി ഇന്ത്യൻ CEO ആണ്. അദ്ദേഹം ഫൗണ്ടർ ആയിട്ടുള്ള നെക്സ്റ്റ് ജെൻ ക്വാണ്ടം ഷിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ AI+ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അധികം വൈകാതെ, അതായത് ഈ മാസം തന്നെ ജൂൺ മാസം അവസാനത്തോടു കൂടിയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ബാക്കി ഇതിൻ്റെ സ്പെക്ക് എന്താണെന്നോ ഇതിൻ്റെ ഡിസൈൻ എന്താണെന്നോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക. അതേപോലെ 250ഓളം സിറ്റികളിലായിട്ട് 280ലധികം സർവീസ് സെൻറ്റർ ഓൾറെഡി അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അതായത് വലിയൊരു മാസീവായിട്ടാണ് ഇന്ത്യയിലോട്ട് ഈ ഒരു കമ്പനി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സ്പെക്ക് എന്താണെന്നോ ഡിസൈൻ എന്താണെന്നോ ബാക്കി കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലോകത്തിന് മുന്നിൽ ഇത് ഇന്ത്യൻ ബ്രാൻഡ് ആണെന്നുള്ള കാണിക്കാവുന്ന രീതിക്കുള്ള നല്ല പ്രൊഡക്റ്റുകൾ ഈ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് വരട്ടെ എന്നുള്ളത് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. വേറെന്താ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. റോട്ടിൽ കൊച്ചുകുട്ടികളും വലിയ കുട്ടികളും എല്ലാവരും ഉണ്ടാവും. നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ബൈക്ക്, കാറ് പോലുള്ള കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന സമയത്ത് വേഗത കുറച്ച് സൂക്ഷിച്ച്, നമ്മൾ കാരണം ഒരു കുട്ടിക്കും അല്ലെങ്കിൽ ഒരാൾക്കും അപകടം വരാത്ത രീതിക്ക് വണ്ടി ഓടിക്കുക. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മഴയാണ്, സ്റ്റിൽ മഴ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ വഴുക്കുണ്ടാവും. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. ഒരു വെള്ളം കണ്ടാൽ ചാടും, തുള്ളും, എല്ലാം ചെയ്യും. നമ്മൾ വേണം ശ്രദ്ധിക്കാനായിട്ട്. നമ്മൾ കാരണം ഒരപകടം ഉണ്ടാവരുത്, എല്ലാവരും നോക്കുക. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ക്ലാസ്സിൽ പോകുന്നവർക്കും ഇനി ക്ലാസ് തുടങ്ങുന്നവർക്കും എല്ലാവർക്കും, അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.